إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن أصدق الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. ബഹുമാനിയായ സത്യവിശ്വാസികളെ, വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അവൻ ഇഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരായി ജീവിക്കുവാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മുടെ നാട് വലിയൊരു ദുരന്തത്തിന് സാക്ഷ്യം വഹിച്ചു നിൽക്കുന്ന ഒരു ദുഃഖകരമായ സന്ദർഭത്തിലാണ് നാം ഉള്ളത്. നിർവചിക്കാനാവാത്ത വിധമുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും, നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത നാശനഷ്ടങ്ങളുമാണ് വയനാട്ടിൽ സംഭവിച്ചിട്ടുള്ളത്. അവിടെയുള്ള മുസ്ലിമീങ്ങൾ ഇതുപോലെ കഴിഞ്ഞ വെള്ളിയാഴ്ച ജുമുഅക്ക് കൂടിയ എത്ര ആളുകൾ ഇതുപോലെ ജുമുഅക്ക് ഇന്ന് ഇല്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ഒന്നോ രണ്ടോ ആളുകൾ മാത്രമല്ല, ഒരു നാട് മൊത്തം വലിയ ദുരന്തത്തിന് സാക്ഷിയായ ഒരു കാര്യമാണ് നാം മനസ്സിലാക്കിയത്. സമ്പത്തും കുടുംബവും തന്റെ ഭവനവും തന്റെ സമ്പാദ്യവും തന്റെ സ്ഥലവും അതിരുകളുമെല്ലാം അയൽപ്പക്കങ്ങളുമെല്ലാം നഷ്ടപ്പെടുന്ന ഒരു മനുഷ്യന്റെ പ്രയാസം നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ്. വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള പ്രയാസപ്പെടുത്തുന്ന വാർത്തകൾ നമ്മുടെ മുന്നിലേക്ക് എത്തുമ്പോൾ, നമ്മുടെ കൺമുന്നിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, നമ്മൾ ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം,
അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചും അവന്റെ ശക്തിയെക്കുറിച്ചുമാണ് നാം ആദ്യമായി ഓർക്കേണ്ടത്. അതേസമയം പലപ്പോഴും ഇത്തരം ദുരന്തങ്ങൾ വരുമ്പോൾ മനുഷ്യന്മാർ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പഴിക്കുകയും റബ്ബിന്റെ കാരുണ്യത്തെ ചോദ്യം ചെയ്യുകയും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവർത്തനങ്ങളെ വളരെ കൊച്ചായി കാണുകയും ചെയ്യുന്ന ഒരു രീതി സമൂഹത്തിൽ കണ്ടുവരാറുണ്ട്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ മനസ്സിലാക്കേണ്ടത് എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയന്ത്രണത്തിലാണ്. മഴയാണെങ്കിലും ഭൂമിയാണെങ്കിലും മരങ്ങളാണെങ്കിലും വെള്ളമാണെങ്കിലും അതിനൊന്നും മനുഷ്യൻ വലിയ ആധുനികമായ സംവിധാനങ്ങൾ കൈവശമുണ്ട് എന്ന് അവകാശപ്പെടുമ്പോഴും അതൊന്നും മനുഷ്യന്റെ നിയന്ത്രണത്തിലല്ല എന്നുള്ളതാണ് നാം ആദ്യം തിരിച്ചറിയേണ്ട യാഥാർത്ഥ്യം. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ഇതെല്ലാം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യന് ഒരു ദുരന്തം ഉണ്ടാക്കാൻ അല്ലാഹു ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് സംഭവിച്ചിരിക്കും. അവൻ എത്ര ഉന്നതമായ സാങ്കേതിക വിദ്യ കരസ്ഥമാക്കിയാലും ശരി, ഇത് കൃത്യമായി കൊണ്ട് വിശ്വാസികൾ ഉൾക്കൊള്ളേണ്ട കാര്യമാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ എന്ത് പ്രയാസം വന്നാലും, അതിന് ഉരുൾപൊട്ടലാണെങ്കിലും ഭൂമിക്കുലുക്കമാണെങ്കിലും ഇനി അതല്ല സാമ്പത്തിക നഷ്ടമാണെങ്കിലും അത് ദേഹനഷ്ടമാണെങ്കിലും എന്താണെങ്കിലും ശരി, അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനമില്ലാതെ ലോകത്തൊന്നും സംഭവിക്കുകയില്ല, സംഭവിച്ചിട്ടില്ല. വിശുദ്ധ ഖുർആൻ സൂറത്ത് ആൽ ഇംറാൻ പറയുന്നു, വമാ കാന ലിനഫ്സിൻ അൻ തമൂത ഇല്ലാ ബിഇദ്നില്ലാഹ്. ലോകത്തൊരു മനുഷ്യൻ മരിക്കുന്നത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനപ്രകാരമാണ്. നമുക്കറിയാം, ഒരുപാട് ആളുകൾക്ക് അതിൽ ജീവഹാനി സംഭവിച്ചു. ഒരുപാട് ആളുകൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഇതൊക്കെ അല്ലാഹുവിന്റെ തീരുമാനമാണ്. കിതാബൻ മുഅജ്ജല, ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അടുക്കൽ ഗണ്യമായി കൊണ്ട് രേഖപ്പെടുത്തപ്പെട്ട കാര്യങ്ങളാകുന്നു. വമാ അസാബ മിൻ മുസീബത്തിൻ ഇല്ലാ ബിഇദ്നില്ലാഹ്. നിങ്ങൾക്ക് എന്തൊരു മുസീബത്ത് ബാധിച്ചിട്ടുണ്ടോ അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുവാദത്തോടും അവന്റെ അറിവോടും കൂടി തന്നെയാണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. ഒരു ഭൂമിക്കുലുക്കം മാത്രമല്ല, ലോകത്ത് കോടാനുകോടി ജീവജാലങ്ങൾ അല്ലെങ്കിൽ മരങ്ങളിൽ നിന്ന് ഒരു ഇല പോലും താഴേക്ക് വീഴുന്നത് പോലും അല്ലാഹുവിന്റെ അനുവാദവും അല്ലാഹുവിന്റെ അറിവോടും കൂടിയാണ്. വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ. ഭൂമിയിൽ കോടാനുകോടി വൃക്ഷങ്ങളുണ്ട്, മരങ്ങളുണ്ട്. ആ മരങ്ങൾക്ക് കോടാനുകോടി ചില്ലകളും ഇലകളുമുണ്ട്. അതിലേതെങ്കിലും ഒരു ഇല താഴേക്ക് പതിക്കുന്നുണ്ടെങ്കിൽ അത് പടച്ചറപ്പ് അറിഞ്ഞിട്ടല്ലാതെ അവന്റെ നിയന്ത്രണത്തിലല്ലാതെ പതിക്കുകയില്ല എന്നതാണ് ഒരു വിശ്വാസിയായ ഒരു മുഅ്മിന്റെ വിശ്വാസം. അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ലോകത്ത് എന്ത് സംഭവിക്കുന്നതും അത് പടച്ചറപ്പിന്റെ ശക്തിയും അതുപോലെ തന്നെ അവന്റെ നിയന്ത്രണത്തിലുമാണ്. അതൊരിക്കലും മനുഷ്യന്മാരെ സംബന്ധിച്ചൊക്കെ നിയന്ത്രിക്കാൻ സാധിക്കുകയില്ല. യുദബ്ബിറുൽ അർള മിനസ് സമാഇ ഇലൽ അർള്, യുദബ്ബിറുൽ അംറ മിനസ് സമാഇ ഇലൽ അർളി. കാര്യങ്ങളെ ആകാശലോകത്തിൽ നിന്നും ഭൂമിയിലേക്ക് നിയന്ത്രിക്കുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. പടച്ചവന്റെ ശക്തിക്ക് മുമ്പിൽ മനുഷ്യന്റെ നിസ്സഹായതയും അവന്റെ നിസ്സാരതയുമാണ് നമ്മൾ ഒന്നാമതായി മനസ്സിലാക്കി. രണ്ടാമത്തെ കാര്യം, പല ആളുകളും ചോദിക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പിഞ്ചു കുഞ്ഞുങ്ങളില്ലേ, അതുപോലെ തന്നെ പാവങ്ങളായ മനുഷ്യന്മാരില്ലേ, ജീവിതം മുഴുവൻ അധ്വാനിച്ചുകൊണ്ട് വീടുണ്ടാക്കി ആ വീടുകൾ നഷ്ടപ്പെട്ടില്ലേ, സന്താനങ്ങൾ നഷ്ടപ്പെട്ട ആളുകൾ, ഇതൊരു ക്രൂരതയില്ലേ എന്ന് വിവരമില്ലാത്ത ചില വിവരദോഷികൾ ചോദിക്കാറുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ചൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്മാർക്ക് ജീവൻ കൊടുക്കുമ്പോൾ ഇതൊരു പരീക്ഷണത്തിന്റെ ഭവനമാണ്. രണ്ട് രീതിയിലാണ് അല്ലാഹുവിന്റെ പരീക്ഷണം ഉണ്ടാവുക. നന്മ കൊണ്ടും അല്ലാഹു പരീക്ഷിക്കും, തിന്മ കൊണ്ടും അല്ലാഹു പരീക്ഷിക്കും. സമ്പത്ത് കൊടുത്ത്, ആരോഗ്യം കൊടുത്ത്, അതുപോലെ തന്നെ അധികാരങ്ങൾ കൊടുത്ത്, എല്ലാം കൊടുത്തുകൊണ്ട് പരീക്ഷിക്കും. പക്ഷെ അതാരും പരീക്ഷണമാണ് തിരിച്ചറിയില്ല.
എന്തെങ്കിലും ഒരു മുസീബത്ത് വരുമ്പോഴാണ് ഇത് വല്ലാത്തൊരു പരീക്ഷണം തിരിച്ചറിയാൻ. അള്ളാഹ് പറയുന്നു, വനബ്ലൂക്കും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന. നിങ്ങളെ ഞാൻ ശർറ് കൊണ്ട് പരീക്ഷിക്കും, ഖൈറ് കൊണ്ട് പരീക്ഷിക്കും. അത് നിങ്ങൾക്കൊരു പരീക്ഷണമാണ്. വഇലൈനാ തുർജഊൻ. നിങ്ങളെല്ലാം നമ്മിലേക്കാണ് മടക്കപ്പെടുന്നത്. പിന്നെ ഇങ്ങനെ അള്ളാഹുവിന്റെ ക്രൂരതയാണെന്ന് പറയാം. അള്ളാഹ് ആദ്യം തന്നെ പറഞ്ഞതാണ്, ശർറ് കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കും ഞാൻ. നന്മ കൊണ്ട് പരീക്ഷിക്കുന്ന പോലെ തന്നെ ശർറ് കൊണ്ട് പരീക്ഷിക്കും. ആ ശർറ് കൊണ്ട് പരീക്ഷണം വരുമ്പോൾ അള്ളാഹുവിന്റെ കാര്യത്തെ ചോദ്യം ചെയ്യാൻ പാടില്ല. ഏതുപോലെ ആ നന്മകൾ നൽകുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് നന്മകൾ നൽകിയതും അള്ളാഹുവാണ്, അവന് ശർറ് നൽകുന്നവനും അള്ളാഹു സുബ്ഹാനഹു തആല തന്നെയാണ്. അതുകൊണ്ടാണ് അവന്റെ ഈമാൻ കാര്യങ്ങൾ, വിശ്വാസ കാര്യങ്ങൾ. ആറാമത്തത് എന്താണ്? ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ബാധിക്കുന്ന ഏതൊരു നന്മയുണ്ടെങ്കിലും ഏതൊരു തിന്മയുണ്ടെങ്കിലും അതെല്ലാം അള്ളാഹുവിന്റെ അടുക്കൽ നിന്നതാണ് എന്നതാണ് ഇതിന്റെ പൊരുൾ. അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ വിവരമില്ലാത്ത പടുജാഹിലികൾ സോഷ്യൽ മീഡിയയിൽ കിടന്ന് അലറുകയാണ്, അള്ളാഹു ദൈവം എന്തൊരു ക്രൂരനാണ്, നഊദു ബില്ലാഹ്. പടച്ച റബ്ബിനെ സംബന്ധിച്ച് അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടത് പ്രകാരം മനസ്സിലാക്കാത്തത് കൊണ്ടുള്ള വിവരക്കേടാണത്. ഇനി വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മനസ്സിലാക്കുന്ന സഹോദരന്മാരെ, ഇത്തരത്തിൽ പരീക്ഷണങ്ങൾ ഒരുപക്ഷെ പരലോക ജീവിതവുമായി തട്ടിച്ചു നോക്കുമ്പോൾ അവന് ഹൈറായിരിക്കാം. കാരണം അത്തരം ദുരന്തങ്ങളിൽ മരണപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഷഹീദിന്റെ പ്രതിഫലമുണ്ടെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. ഇത് വിശ്വാസി സംബന്ധിച്ചിടത്തോളം അനുഗ്രഹമല്ലേ? തന്റെ ബെഡ്റൂമിൽ ഒരു സാധാ മരണം മരിക്കുന്നതും ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ട് മരിക്കുന്നതും അള്ളാഹുവിന്റെ അടുക്കൽ വ്യത്യാസമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്ലേഗ് രോഗം ബാധിക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ച് പറഞ്ഞു, യഅലമു അന്നഹു ലാ യുസീബുഹു ഇല്ലാ മാ കതബല്ലാഹു ലഹു. ആ പ്ലേഗ് രോഗം ബാധിച്ച ഒരു മനുഷ്യൻ അത് ക്ഷമിച്ചിരിക്കുകയാണ്. അള്ളാഹുവിന്റെ പരീക്ഷണം, പടച്ച റബ്ബ് എനിക്ക് എഴുതി വെച്ചതല്ലാതെ ഒന്നും എനിക്ക് സംഭവിക്കുകയില്ല എന്ന് മനസ്സിലാക്കിയാൽ ക്ഷമിക്കുന്നുണ്ടെങ്കിൽ ഇല്ലാ കാന ലഹു മിത്ലു അജ്രി ഷഹീദ്. പടച്ച റബ്ബിന്റെ മാർഗത്തിൽ രക്തസാക്ഷിയായ ഒരു മനുഷ്യന്റെ പ്രതിഫലമാണ് ആ മനുഷ്യൻ അള്ളാഹു രേഖപ്പെടുത്തുക എന്നാണ്. മറ്റൊരു ഹദീസിൽ കാണാം, അശ്ഹദാഉ ഖംസത്തുൻ. ഈ ഉമ്മത്തിലെ ഷഹീദുകൾ 5 ആളുകളാണ്, 5 വിഭാഗം ആളുകളാണ്. ഒന്ന് അൽ മത്ഊൻ, പ്ലേഗ് രോഗം ബാധിച്ച ആളുകൾ. അതുപോലെ തന്നെ വൽ മബ്തൂൻ, വയറിന് അസുഖം ബാധിച്ചുകൊണ്ട് മരണപ്പെടുന്നവർ. വല്ലാത്തൊരു പ്രയാസത്തിന്റെ മരണമാണ്. മരണത്തിന്റെ പ്രയാസത്തിനനുസരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ അവന് ദറജ ഉയരുമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു വല്ലാത്ത ദുരന്തമായി പോയി. അല്ലെങ്കിൽ മരണപ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് പിന്നെ ആ രീതിയിലുള്ള തെറ്റായ ചിന്തകളൊന്നും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാൻ പാടില്ല. അവർക്ക് ഈമാനും വിശ്വാസവും ഉണ്ടെങ്കിൽ അവർക്ക് ഷഹീദിന്റെ പ്രതിഫലം ലഭിക്കുമെന്ന്. മുങ്ങി മരിക്കുന്നവൻ, വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നവൻ, വലിയ പ്രയാസമുള്ള മരണം അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ വസാഹിബുൽ ഹദം, സ്വന്തം കെട്ടിടങ്ങളും വീടുകളും തകർന്നുകൊണ്ട് മരണപ്പെടുന്നവർ, വീട് തകർന്നതിന്റെ അടിയിൽപ്പെട്ട് മരിക്കുക, അല്ലെങ്കിൽ കെട്ടിടം തകർന്നതിന്റെ അടിയിൽപ്പെട്ട് മരിക്കുക. അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും കല്ലുകളോ മരങ്ങളോ ഒക്കെ വന്ന് അതിനടിയിൽപ്പെട്ടുകൊണ്ട് മരണപ്പെടുന്നവർക്ക് ഷഹീദിന്റെ കൂലിയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പരലോകവുമായി കൊണ്ട് തട്ടിച്ചു നോക്കുമ്പോൾ പല കാര്യങ്ങളും അവനെ സംബന്ധിച്ച് പാരത്രികമായി കൊണ്ട് ചിന്തിക്കുകയാണെങ്കിൽ അവരൊരു പക്ഷേ ഹൈറായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ കാണുന്ന ഒരിക്കലും ഒരു ഭൗതികമായ കാര്യങ്ങളെ അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നടപടികളെ ബാഹ്യമായ കാര്യങ്ങളെ കൊണ്ട് മാത്രം നാം വിലയിരുത്താൻ പാടില്ല. ഇത് വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചില സുന്നത്തുകൾ ഭൂമിയിലുണ്ട്. ആ സുന്നത്തുകൾ നമ്മുടെ ബാഹ്യമായ കാര്യങ്ങളെ സംബന്ധിച്ച് ബാഹ്യമായ കാര്യങ്ങളെ കൊണ്ട് മാത്രം ചിന്തിച്ചാൽ ഒരുപക്ഷെ അത് ശർറായി തോന്നിയേക്കാം. പക്ഷേ മതപരമായി കൊണ്ടും പാരത്രികമായി കൊണ്ടുള്ള കാര്യങ്ങൾ തട്ടിച്ചു നോക്കുമ്പോൾ അതിൽ നമ്മൾ കാണാത്ത ഒരുപാട് നന്മകളുണ്ടാകും. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ ഷഹീദിന്റെ പ്രതിഫലം ലഭിക്കുന്നതിനേക്കാൾ വലിയ പ്രതിഫലം ലോകത്തല്ല വേറെ എന്താ വെച്ചിട്ടുള്ളത്? നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഒരാൾക്ക് ഷഹീദിന്റെ കൂലി ലഭിക്കുന്നതിനേക്കാൾ വലിയ കൂലി എന്താണ് അയാൾക്ക് സ്വർഗപ്രവേശനത്തിൽ വേണ്ടത്? ഇത് കൃത്യമായി നമ്മൾ ഉൾക്കൊള്ളണം. അതേപോലെ തന്നെ സഹോദരന്മാരെ, മൂന്നാമത്തെ കാര്യം നിങ്ങൾ നോക്കുന്നു, ഇത് AI കാലമാണ്. മനുഷ്യന്മാർ എന്തൊക്കെ കാര്യങ്ങളാണ് ഇത് ചെയ്തു വെച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്താണ് അടുത്ത സെക്കൻഡ് നടക്കാനിരിക്കുന്ന ദുരന്തമെന്നോ അതല്ലെങ്കിൽ എന്താണ് ഇവിടെ നടക്കാൻ പോകുന്നത് എന്നോ ഒരിക്കലും ഒരു മനുഷ്യനും
ഏത് AI-ക്കും പ്രവചിക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ ഏത് ജ്യോത്സ്യന്മാർക്കും പ്രവചിക്കാൻ കഴിയാത്ത വിധം അള്ളാഹു സുബ്ഹാനഹു സംവിധാനങ്ങളെ അതിന്റെ മുമ്പിൽ മനുഷ്യൻ പച്ച പാപ്പരാണിപ്പോഴും. ബിഗ് സീറോ ആയിക്കൊണ്ട് മനുഷ്യന്റെ കഴിവുകൾ, അവന്റെ കഴിവുകേടുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു. വഖുലിഖൽ ഇൻസാനു ദഈഫ, മനുഷ്യൻ വളരെ ദഈഫാണ്, ദുർബലനാണ്. അവന്റെ കയ്യിൽ വലിയ JCB-കളും അതുപോലെ തന്നെ വലിയ ക്രൈനുകളും ഉണ്ടാകാം. പക്ഷെ പടച്ചോന്റെ തീരുമാനം വന്നാൽ ഒരു ഉപകരണം കൊണ്ടും കാര്യമില്ല. എവിടെയാണ് മരണപ്പെടുക എന്ന് ആർക്കും അറിയില്ല. ഐനമാ തകൂനൂ യുദ്രിക്കുമുൽ മൗത്ത് വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ, നിങ്ങൾ കെട്ടിയുണ്ടാക്കിയ നിങ്ങളുടെ കോട്ടക്കുള്ളിലാണെങ്കിലും നിങ്ങളുടെ മരണം പിടികൂടുക തന്നെ ചെയ്യുമെന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു ജീവിതത്തിന്റെ ആ പുരുഷായുസ് മുഴുവനും അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്തുക്കൾ മുഴുവനും തന്റെ വീടും താനടക്കം ഒലിച്ചു പോകുന്ന അവസ്ഥയുണ്ടായില്ലേ സഹോദരന്മാർ? നിങ്ങൾ ആലോചിച്ചു. സ്വന്തം വയനാട്ടിൽ കടന്നുറങ്ങിയ ആളുകളുടെ മയ്യത്തുകൾ ഇവിടെ മലപ്പുറം ജില്ലയിലാണ് പലപ്പോഴും കിട്ടിയത്. വല്ലാത്തൊരു ദുരന്തമാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കുക, നമ്മളൊക്കെ കടന്നുറങ്ങുമ്പോൾ അവിടെ തന്നെ നമ്മളുണ്ടാകുമെന്ന് എന്തൊരു ഉറപ്പാണ് നമുക്കുള്ളത്. ഇതൊക്കെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വലിയ പാഠങ്ങളുണ്ട്. എത്ര വലിയ കോട്ടക്കൊത്തളങ്ങളിലാണെങ്കിലും വലിയ സെക്യൂരിറ്റികൾക്കുള്ളിലാണെങ്കിലും അതൊന്നും പടച്ചറപ്പിന് തകർത്ത് കളയാനും അതൊക്കെ നിഷ്ഫലമാക്കി കളയാനും അവനെ മരണത്തിലേക്ക് മാടി പിടിക്കാനൊന്നും പടച്ചോനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയാസവുമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്താ, നമ്മുടെ നാട്ടിൽ ഭാവി പ്രവചിക്കുന്ന പല ജ്യോത്സ്യന്മാരുമുണ്ട്, പല തങ്ങന്മാരുണ്ട്, പല ബീവിമാരുണ്ട്, ഖോജരാജാക്കന്മാരൊക്കെ ഉണ്ട്. വയനാട് ജില്ലയിൽ പ്രത്യേകിച്ചുണ്ട്. അന്ധവിശ്വാസത്തിന്റെ കൂടാരമാണ് അവിടെ പലപ്പോഴും. ജാരങ്ങളെമ്പാടുണ്ട്. പക്ഷെ ഒരു ബീവിയും ഒരു ഖോജരാജാവും പറഞ്ഞില്ലല്ലോ ഇതെന്തേ പ്രവചിക്കാതിരുന്നത്? ഇത്രയും വലിയ കേരളം കണ്ട ഏറ്റവും വലിയ മനുഷ്യ ദുരന്തം ഒരു ജ്യോത്സ്യനും പ്രവചിക്കാൻ കഴിഞ്ഞില്ല. കഥ അള്ളാഹ് പറഞ്ഞതാണ്. നാളെന്ത് സംഭവിക്കുന്ന ഒരാൾക്കും പറയാൻ കഴിയൂല. എന്റെ അടുത്ത സെക്കൻഡിൽ എന്താണ് സംഭവിക്കുക, ഈ മല അല്ലെങ്കിൽ എന്റെ വീട് തകർന്നു പോകുമോ എന്ന് ഒരു മനുഷ്യനും ഒരു ജ്യോത്സ്യനും അറിയാൻ കഴിയുകയില്ല. ഒരു മനുഷ്യനും അറിയില്ല എവിടെയാണ് മരണപ്പെടുക എന്നുള്ളത്. എന്റെ മരണം എവിടെയായിരിക്കുമെന്ന് ആർക്കും അറിയില്ല. ഇന്നല്ലാഹ അലീമുൻ ഖബീർ, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എല്ലാം അറിയുന്നവനും എല്ലാം സൂക്ഷ്മമായി കൊണ്ടറിയുന്നവനും അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. ഇത് ഇസ്ലാമിന്റെ അടിസ്ഥാന വിശ്വാസമാണ്. പക്ഷെ നമ്മുടെ നാട്ടിലെ ആളുകളുടെ വിശ്വാസം എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തവരും ഗൈബറിയും തങ്ങന്മാരും ബേബിമാരും ഭോജരാജാക്കന്മാരും ജ്യോത്സ്യന്മാർക്കുമൊക്കെ ഗൈബിയായ കാര്യങ്ങൾ ഗണിച്ച് പറയാൻ കഴിയുമെന്ന തെറ്റായ വിശ്വാസം പൊളിഞ്ഞ് പാളീസാകും നമ്മൾ കണ്ടത്. അങ്ങനെ അറിയുമായിരുന്നെങ്കിൽ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വലിയ ദുരന്തം അയാൾക്ക് മുൻകൂട്ടി അറിയുമായിരുന്നെങ്കിൽ അയാളത് പറയാതിരിക്കൽ വലിയ തെറ്റാണ് പടച്ചറപ്പിന്റെ അടുക്കൽ. കാരണം എന്താ? ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു അന്ധനായ മനുഷ്യൻ അയാൾ നടന്നു നീങ്ങുന്ന ഒരു കുഴിയിലേക്കാണ്. ആ മുമ്പിൽ കുഴിയുണ്ടെന്ന് അയാൾക്ക് പിന്നെ കൃത്യമായി കൊണ്ട് അറിയുമെങ്കിൽ ആ അന്ധനെ കൈപിടിക്കൽ ഈ കണ്ണുള്ള കാഴ്ചയുള്ള മനുഷ്യനെ സംബന്ധിച്ച് നിർബന്ധമാണ്. ഇല്ലെങ്കിൽ അയാൾ കുറ്റക്കാരനാണ്. ഇത്രയും വലിയ ദുരന്തം മുൻകൂട്ടി ഒരാൾക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് അറിയാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവരെ അറിയിക്കൽ അയാൾക്ക് നിർബന്ധമായിരുന്നു. അങ്ങനെ ഒരു ജ്യോത്സ്യനും പറഞ്ഞതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല. പടച്ചോറ് പറഞ്ഞത് ഹക്ക്. ആകാശങ്ങളിലും ഭൂമിയിലുള്ള ഗൈബ് പടച്ചറബനല്ലാതെ അറിയുകയില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ സഹോദരന്മാരെ. മറ്റൊരു കാര്യം, ആ വയനാടിൽ ദുരന്തത്തിൽപ്പെട്ടുള്ള പല ആളുകളും അവിടേക്ക് കല്യാണത്തിന് വന്ന ആളുകളുണ്ട്, വിരുന്നു വന്ന ആളുകളുണ്ട്, ആ നാട് കാണാൻ വേണ്ടി വന്ന ആളുകളുണ്ട്, ജോലി ചെയ്യാൻ വേണ്ടി വന്ന ആളുകൾ. എല്ലാ ആളുകളും അവിടെ ദുരന്തത്തിൽപ്പെട്ടവരെല്ലാവരും ആ നാട്ടുകാരല്ല. പക്ഷെ അവിടെ മരണത്തിന്റെ സമയമാകുമ്പോൾ അവർ അവിടേക്ക് എത്തണമെന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനം. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ അറാദ അല്ലാഹു ഖബ്ദ അബ്ദിൻ ബിഅർദിൻ, ഒരു ഭൂമിയിൽ വെച്ചുകൊണ്ടാണ് അല്ലാഹു ഒരു മനുഷ്യന്റെ മരണം വിധിക്കുന്നതെങ്കിൽ അല്ലാഹു എഴുതി വെച്ചിട്ടുണ്ട് എവിടെ വെച്ചിട്ടാണ് മരിക്കുക എന്നുള്ളത്. ആ സന്ദർഭത്തിൽ ജഅലഹു ഇലൈഹ ഹാജതൻ, ആ മരിക്കാൻ സമയത്ത് അവന്റെ അജലെത്തുമ്പോ അവിടേക്ക് പോകേണ്ട ഒരു ആവശ്യം അല്ലാഹു ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ അവിടെ കണ്ടെത്തും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അല്ലാഹുവിന്റെ സുന്നത്ത് അങ്ങനെയാണ്. നമ്മൾ ചില ആളുകൾ പറയും, എന്തിനാ അയാൾ അങ്ങോട്ട് പോയത്, അയാൾക്ക് വീട്ടിലിരുന്നാ പോലെയിരുന്നു. ഏതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ യുദ്ധത്തിൽ പങ്കെടുത്ത് ചില മുസ്ലിമീങ്ങൾ ഷഹീദായ സന്ദർഭത്തിൽ ചില കപടന്മാർ മദീനയിൽ ചില കപട വിശ്വാസികൾ പറഞ്ഞു അവർക്ക് വീട്ടുകുത്തിരുന്ന പോലെയിരുന്നു.
എന്നാൽ അവർ യുദ്ധത്തിൽ ഷഹീദായി കൊല്ലപ്പെടുന്ന അവസ്ഥ ഉണ്ടാവുകയില്ലല്ലോ. അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ ഓതി ആയത്തിറക്കിയത്, വലൗ കുന്തു ഫീ ബുറൂജിൻ മുശയ്യദ, നിങ്ങൾ ഈ കൊത്തളങ്ങളിൽ തന്നെ ഇരുന്നാലും ശരി, പടച്ച റബ്ബിന്റെ അജലെത്തിയാൽ നിങ്ങളെ അജല് നിങ്ങൾ തീരുമാനമാവുക തന്നെ ചെയ്യും എന്നുള്ളതാണ്. അതുപോലെ നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ സമ്പത്ത് കൊണ്ട് അഹങ്കരിക്കുന്നവരാണ്, അധികാരം കൊണ്ട് അഹങ്കരിക്കുന്നവരാണ്. ഒരു അതിരിന്റെ കല്ല് അപ്പുറത്തേക്ക് മാറിയാൽ അതിനുവേണ്ടി കോടതി മുഴുവനും കയറി നടങ്ങുന്നവരാണ് പലപ്പോഴും മുസ്ലിമീങ്ങളായ ആളുകൾ പോലും. വിട്ടുകൊടുക്കാൻ തയ്യാറില്ല. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അതിരില്ല, വീടില്ല, തറയില്ല, അവന്റെ സമ്പാദ്യങ്ങൾ മുഴുവനും സ്വർണവും അതുപോലെ തന്നെ അവന്റെ പാത്രങ്ങളും അവന്റെ യൂട്യൂബുകളും അവനടക്കം ഒലിച്ചു പോകുന്ന അവസ്ഥയാണ്. ഒരു സെക്കൻഡ് കൊണ്ട്, ഒരു മണിക്കൂർ കൊണ്ട് ഒരു മനുഷ്യൻ, ലക്ഷപ്രഭുവായ മനുഷ്യൻ പച്ച പാപ്പരായി പോകുന്ന കാഴ്ചയാണ്. ഇത് നമുക്കൊക്കെ വലിയ ഗുണപാഠാണ്. സമ്പത്തിന്റെ പേരിൽ അഹങ്കരിക്കുമ്പോൾ, അധികാരത്തിന്റെ പേരിൽ അഹങ്കരിക്കുമ്പോൾ, വീടിന്റെ മേനിയുടെ പേരിലും അതുപോലെ തന്നെ മറ്റുള്ള കാര്യത്തിന്റെ പേരിൽ അഹങ്കരിക്കുമ്പോൾ, ഇതെല്ലാം പടച്ചറപ്പിനെ സംബന്ധിച്ചിടത്തോളം നീക്കിക്കളയാൻ ഒരു പ്രയാസമില്ല. ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് കോടീശ്വരൻ പച്ചപ്പാപ്പരായി പോകുന്ന, സ്വന്തം വീടും പോയി, കുടുംബവും പോയി, സമ്പത്തും പോയി, അവന്റെ വീട് വെക്കാനുള്ള ഭൂമി അടക്കം പുഴയായി കഴിയുന്ന അവസ്ഥയാണ്. ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത അത്രയും മാത്രം വലിയ ഭീകരമായ രംഗം. ഇതൊക്കെ പടച്ചറബിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിസ്സാരമാണ്. അതുകൊണ്ട് തന്നെ അള്ളാനെ മറന്ന് ജീവിക്കുമ്പോൾ ഏത് സന്ദർഭത്തിലും, സമ്പത്ത് കൊണ്ടാണെങ്കിലും അധികാരം കൊണ്ടാണെങ്കിലും, അള്ളാഹു സുബ്ഹാനഹു വ തആല സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ വളരെ നിസ്സാരം. ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഇപ്പൊ ദുനിയാവിൽ ഒരാൾക്ക് പ്രയാസം വന്നാൽ ഒരുപക്ഷെ മനുഷ്യന്മാർക്ക് രക്ഷിക്കാൻ കഴിയില്ല, പക്ഷെ മനുഷ്യന്മാർ രക്ഷിക്കാൻ വേണ്ടി പരിശ്രമിക്കും. ഇത് ദുനിയാവിന്റെ ഒരു സുന്നത്താണ്. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, മനുഷ്യന്മാരെല്ലാവരും ഉണ്ടെങ്കിലും ആരും ആരെയും രക്ഷിക്കാൻ മെനക്കെടാത്തൊരു ദിവസമാണ് പരലോകം എന്നുള്ളത്. ഇവിടെ മറ്റൊരാൾ പ്രയാസപ്പെടുമ്പോൾ ആ പ്രയാസത്തിൽ അവൻ വേദനിക്കുന്നവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. പക്ഷേ പരലോകത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. ഇതിനേക്കാൾ വലിയ പ്രയാസമാണ്, ഒരു ഉരുൾപൊട്ടിനേക്കാളും ഒക്കെ വലിയ അതിനേക്കാൾ മടങ്ങുള്ള പ്രയാസമാണ് പരലോകത്തിന്റെ പ്രയാസം എന്നാണ് അള്ളാഹു രേഖപ്പെടുത്തിയത്. ആ പ്രയാസത്തിന്റെ ഘട്ടത്തിൽ ഒരു മനുഷ്യനെ സംരക്ഷിക്കൂല. പരലോകത്തുള്ള ശിക്ഷ ദുനിയാവിലെ എല്ലാ പ്രയാസത്തേക്കാൾ അതികഠിനമാണ്. അവരൊരിക്കലും സഹായിക്കപ്പെടുകയില്ല. അവിടെ മറ്റൊരാളുടെ സഹായം, അവിടെ പട്ടാളക്കാരും പോലീസുകാരും ഒന്നും മറ്റുള്ളവരെ രക്ഷിക്കാൻ ഇറങ്ങൂല. അവിടെ അവനും തന്നെ രക്ഷിക്കേണ്ടി വരും. ഒരു കൂട്ടുകാരനും ഒരു സഹപാഠിയും അല്ലെങ്കിൽ ഒരു സഹപ്രവർത്തകനും മറ്റൊരു സഹപ്രവർത്തകനും ഒന്നും ചെയ്യാൻ കഴിയാത്ത, ഒരു ഉപകാരം ചെയ്യാൻ കഴിയാത്ത ദിവസമാണ്. അവരൊരിക്കലും സഹായിക്കപ്പെടുകയില്ല. നിങ്ങൾ ആലോചിക്കുമ്പോൾ പരലോകത്തെ സംബന്ധിച്ചുള്ള ചിന്തയും അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കഴിവിനെ കുറിച്ചുള്ള ബോധ്യവുമാണ് ഇത്തരം പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. അതല്ലാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താ അങ്ങനെ ചെയ്തത്, ആ കുട്ടികളോട് എങ്ങനെ ചെയ്തത് എന്ന ചിന്ത ഒരിക്കലും വിശ്വാസികൾക്കുണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോഴും നമ്മൾ ഉണർന്നിരിക്കുമ്പോഴുമൊന്നും അള്ളാഹുവിന്റെ ശിക്ഷയെ തൊട്ട് നമ്മൾ എവിടെയും നിർഭയരല്ല. നിങ്ങൾ ആലോചിച്ചു, ഒരു ദിവസം അടുപ്പിച്ച് മഴ പെയ്താൽ കേരളത്തിന്റെ അവസ്ഥ എന്താ? മലമുകളിലുള്ള ആളുകൾക്കും പേടിയാണ്, താഴെയുള്ള ആളുകൾക്കും പേടിയാണ്. പിന്നെ എവിടെ നമ്മൾ ജീവിക്കുക? ഒരു 2-3 ദിവസം തുടർച്ചയായിക്കൊണ്ട് തുള്ളിമുറിയാതെ കേരളത്തിൽ മഴ പെയ്താൽ ഏതൊരു മനുഷ്യന്റെ ഹൃദയമാണ് പിടക്കാത്തത്? മലമുകളിലുള്ള ആളുകൾ ഹൃദയം പിടക്കും, താഴത്തുള്ള ആളുകൾ ഹൃദയം പിടക്കും. പിന്നെ എവിടെയാണ് മനുഷ്യൻ നിർഭയത്വമുള്ളത്? പടച്ചറപ്പിലേക്കില്ല നിർഭയത്വമില്ല. അഫഅമിന അഹ്ലുൽ ഖുറ അയ്യതിയും ബഅസുനാ ബയാത്തിൻ വഹും നായിമൂൻ. അവർ ഉറങ്ങിക്കിടക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ ശിക്ഷ അവരിലേക്ക് എത്തുന്നതിനെ സംബന്ധിച്ച് അവർ നിർഭയരാണോ? അല്ലല്ലോ. നല്ല ഭക്ഷണം കഴിച്ച് കുട്ടികളുമായി കൊണ്ട് തമാശ പറഞ്ഞ് ഭാര്യമാരുമായി കൊണ്ട് തമാശ പറഞ്ഞ് കിടന്നുറങ്ങിയവർ പിറ്റേ നോക്കുമ്പോൾ ആ നാട് തന്നെ ഇല്ലാത്ത അവസ്ഥയാണ്. അതിനെക്കുറിച്ച് നിങ്ങളൊക്കെ നിർഭയരാണെന്ന് എന്നോടും നിങ്ങളോടും ലോകത്തുള്ള ഓരോ മനുഷ്യരോടും അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. രാത്രി മാത്രമല്ല, നിങ്ങളൊക്കെ എന്നെ കളിച്ച് ആറുമാതിച്ച് നടക്കുന്നു. ആ സമയമുണ്ടല്ലോ, ഉച്ച സമയം, ആ സമയത്തും പടച്ചറപ്പിന്റെ ശിക്ഷയൊക്കെ വരുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് വലിയ നിർഭയത്വത്തിലാണോ? ഇതൊക്കെ അള്ളാഹുവിന്റെ ചോദ്യം വിശുദ്ധ ഖുർആനിൽ
ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസി സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ കാണുമ്പോൾ അതൊക്കെ പേപ്പർ വായിച്ച് ഫോട്ടം കണ്ട് മൂക്കിൽ വിരലിച്ച് നിൽക്കാനുള്ളതല്ല, അതൊക്കെ ചിന്തിക്കാനും പരലോകത്തെ സംബന്ധിച്ചിടത്തോളം ഓർമ്മകളാണ് അല്ലാഹു സുബ്ഹാനഹു നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നത്. ഇത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കി. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ചിന്തിക്കേണ്ട കാര്യം അതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇദാ അസാബത്തുഹും മുസീബ, അവർക്കൊരു മുസീബത്ത് ബാധിച്ചാൽ ഖാലു, അവരെന്താ പറയാ? ഓ വല്ലാത്ത മുസീബത്താണ് കേട്ടോ എന്നാണോ? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഈ ചിന്തയാണ് വിശ്വാസിക്ക് ഉണ്ടാകാം. നമ്മളൊക്കെ പടച്ചോനിലേക്ക് ഇന്ന് അവര് പോയി, നാളെ ഞാൻ പോകും. ഇന്ന് അവന്റെ വീട് ഒരുപക്ഷെ നാളെ എന്റെ വീട് പോയേക്കാം. ഇന്ന് അവന്റെ കുടുംബം പോയി, നാളെ എന്റെ കുടുംബം പോയേക്കാം. നമ്മളെല്ലാം പടച്ചറപ്പിലേക്ക് മടക്കേണ്ടവരാണ്, മടങ്ങിപ്പോകേണ്ടവരാണ് എന്നുള്ള ചിന്തയാണ് വിശ്വാസികളായ ആളുകൾക്ക് ഉണ്ടാകേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ പിന്നെ ഉണരുമോന്നും ആ ഉറപ്പില്ല. അതുകൊണ്ടാണ് ബിസ്മിക്കല്ലാഹു മഅമൂതു വഹ്യ, ഞാൻ അള്ളാഹിന്റെ മാർഗത്തിൽ മരിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് ഉറങ്ങാൻ കിടക്കുന്നത്. ഞാൻ അള്ളാഹിന്റെ മാർഗത്തിൽ ഉറങ്ങാൻ പോവുകയാണെന്നല്ല, ബിസ്മിക്കല്ലാഹു അനാമു എന്നല്ല, ബിസ്മിക്കല്ലാഹു അമൂതു വഹ്യ, ഞാൻ അള്ളാഹിന്റെ മാർഗത്തിലാണ് മരിക്കുന്നത്, ഞാൻ അള്ളാഹിന്റെ മാർഗത്തിലാണ് ജീവിക്കുന്നത് എന്നാണ്. നിങ്ങൾ ആലോചിച്ചു, ഇതൊക്കെ പടച്ചറബിലേക്ക് കൃത്യമായി കൊണ്ട് അടുക്കാനും അള്ളാഹു സുബ്ഹാനഹു നമുക്ക് ദൃഷ്ടാന്തം കാണിച്ചു തരാം. പക്ഷെ വളരെ സങ്കടകരമായ ഒരു കാര്യം എന്താ അറിയുക? ഞാനൊരു വീഡിയോ കൊണ്ടു. ഈ ദുരന്തത്തിനിടെ പലപ്പോഴും പല വീടുകളിലും വെള്ളം കയറി നാശമായിട്ടുണ്ട്. അപ്പൊ എന്താണ്, വെള്ളം കയറി വീട്ടിലൊരാൾ ബദരീങ്ങളെ കാക്കണമെന്നാ പറഞ്ഞത്. നിങ്ങൾ ആലോചിച്ച് നോക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത്ര വലിയ ദൃഷ്ടാന്തങ്ങൾ അവന്റെ മൂക്കിന്റെ ചോട്ടിലേക്ക് ഇട്ടുകൊടുത്തിട്ടും പടച്ചോനെ സംബന്ധിച്ച് ഓർമ്മ വരില്ല. അപ്പോഴും ബദരീങ്ങളെ പറ്റിയാണ് ഓർമ്മ. സഹോദരന്മാരെ, നിങ്ങൾ ആലോചിക്കുക, എന്തൊരു ദുരന്തമാണ്. ഉരുൾപൊട്ടലിനേക്കാൾ വലിയ ദുരന്തത്താണ് സമുദായത്തെ ബാധിച്ചിട്ടുള്ളത്. ഒരു പ്രയാസത്തിന്റെ ഘട്ടം വന്നാൽ പോലും പടച്ചറബിനോട് നേരിട്ട് പ്രാർത്ഥിക്കാൻ മടി കാണിക്കുന്നവർ, അതിന് പടച്ചോന്റെയും സൃഷ്ടികളുടെയും ഇടയിൽ ഇടയാളന്മാരെ തിരികെ കയറ്റാൻ വേണ്ടി ഖുർആന്റെ ആയത്ത് വ്യാഖ്യാനിക്കുന്നവർ. അതാണ് ഈ സമുദായത്തിൽ ഒരു ഉരുൾപൊട്ടലുണ്ടാക്കുന്നതിനേക്കാൾ വലിയ ദുരന്തം അതാണ്. ഉരുൾപൊട്ടൽ മരിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ഈമാൻ ഉണ്ടെങ്കിൽ അള്ളാഹിന്റെ കടുക്കൽ ഷഹീദിന്റെ കൂലി കിട്ടും. ഈ പ്രയാസത്തിന്റെ ഘട്ടത്തിൽ പോലും അള്ളാഹു ഇല്ലാത്തവന്റെ കൈവർത്തിയാൽ അവൻ നരകത്തിലേക്കാണ് പോകുന്നത്. അവൻ എങ്ങനെ ബെഡ് മരിച്ചാലും വേണ്ടില്ല. ഇത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുലേക്ക് അടുക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രയാസങ്ങളൊക്കെ നമുക്ക് ഒരു പ്രയാസമല്ലാതെ തീരുക. അതോടെ ഒരു വിശ്വാസിയുടെ കാര്യം മഹാ അത്ഭുതമാണ്. എന്തൊരു പ്രയാസം വന്നാലും അവനത് ക്ഷമിക്കും, അതവന് ഖൈറാണ്. ഇനി നന്മ ബാധിച്ചാലോ അതവൻ ആഹ്ലാദിക്കും, അള്ളാഹുവിനെ സ്തുതിക്കും, അതും അവൻ ഖൈറാകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇത് വിശ്വാസികളായ ആളുകൾ നമുക്ക് പാഠമാണ്. ഏതായിരുന്നാലും നമ്മുടെ അവിടെ പ്രയാസത്തിൽ അകപ്പെട്ടിരിക്കുന്ന വിശ്വാസികളായ ആളുകൾക്ക് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം. അത്തരം ദുരന്തങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ നാടിനെയും കാത്തുരക്ഷിച്ച് നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുഅ്മിനുകൾ ഒരു ശരീരം പോലെയാണ്. ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു അവയവത്തിന് പ്രയാസം ബാധിച്ചാൽ, രോഗം ബാധിച്ചാൽ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങൾ ഉറക്കെ വളച്ചുകൊണ്ടെങ്കിലും ആ ഒരു ഭാഗത്തോട് താദാത്മ്യം പ്രാപിക്കുമെന്ന് പ്രവാചകന്റെ ഹദീസിൽ കാണാം. ഇതേപോലെ നമ്മുടെ ഒരുപാട് സഹോദരന്മാർ വയനാട്ടിൽ പ്രയാസം അനുഭവിക്കുന്നവർ, വീടില്ലാത്തവരുണ്ട്, കുടുംബം നഷ്ടപ്പെട്ടവരുണ്ട്. നമുക്ക് പ്രവചിക്കാനും ചിന്തിക്കാനും ഒന്നും കഴിയാത്ത വിധമുള്ള അത്രയും പ്രയാസങ്ങൾ അവർ അനുഭവിക്കുന്നുണ്ട്. അള്ളാഹു എത്രയും വേഗം അവർക്ക് പൂർവ്വസ്ഥിതിയിലേക്ക് മടങ്ങാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. അവരെ സാമ്പത്തികമായും മാനസികമായും അതുപോലെ തന്നെ പ്രാർത്ഥന കൊണ്ടും സഹായിക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. പ്രവാചകൻ പറഞ്ഞു, മൻ കാന ഫി ഹാജത്തി അഖീഹി കാന അല്ലാഹു ഫി ഹാജത്തി. തന്റെ സഹോദരന്റെ ആവശ്യത്തിന് ഒരാൾ ഇറങ്ങിപ്പുറപ്പെടുക, അവന്റെ ആവശ്യം നിർവഹിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ അവന്റെ ആവശ്യം നിർവഹിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മുന്നിട്ടിറങ്ങും. അതേപോലെ തന്നെ മൻ ഫറജ അൻ മുസ്ലിമിൻ കുർബതൻ, ഒരു വിശ്വാസിയിൽ നിന്ന് ഒരു പ്രയാസം ആരെങ്കിലും നീക്കിക്കൊടുത്താൽ ഫറജ അല്ലാഹു അൻഹു കുർബതൻ മിൻ കുർബാതി യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളിന്റെ പ്രയാസങ്ങളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യനെ രക്ഷിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവരെ സഹായിക്കുക നമ്മുടെ ബാധ്യതയാണ്. ഇപ്പൊ എന്താ വെച്ചാൽ, ഇപ്പൊ ഈ മാധ്യമങ്ങളും മീഡിയയിലൊക്കെ ഈ വിഷയങ്ങൾ നടന്നിപ്പോൾ ഒരു 10-15 ദിവസമൊക്കെ എല്ലാവരും ഉണ്ടാവും. പക്ഷേ ഈ ഒച്ചയും അതുപോലെ തന്നെ
എന്താ പറയാ, അതിന്റെ പടയൊക്കെ അവസാനിച്ചു കഴിഞ്ഞാൽ അപ്പോഴാണ് ശരിക്കും അവർക്ക് എല്ലാവരും സഹായിക്കേണ്ടത്. മത്സരിച്ച് പത്രത്തിലൊക്കെ പേര് വന്ന് എല്ലാവരും സഹായിക്കാണ്ടാകും. പക്ഷെ 1 മാസം 1.5 മാസം കഴിഞ്ഞാൽ പിന്നെ ആരും തിരിഞ്ഞു വെക്കാണ്ടാവും. അപ്പോഴായിരിക്കും അവർക്ക് ഏറ്റവും കൂടുതൽ സഹായം ആവശ്യമായി വരിക. കാരണം അവർക്ക് വീടില്ല, വസ്ത്രമില്ല, അവരുടെ സമ്പാദ്യങ്ങളും ബിഗ് സീറോയാണ്. ആരാധനാലയങ്ങൾ തകർക്കപ്പെട്ട വീടുകൾ തകർന്ന ആളുകൾ, ഇങ്ങനെ ഒരുപാട് രീതിയിലുള്ള സഹായങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇസ്ലാമിക് ഓർഗനൈസേഷനായി കൃത്യമായ പ്ലാനിങ് തയ്യാറാക്കി അവരെ ഒരു പ്രൊജക്ട് തയ്യാറാക്കി അവരെ സഹായിക്കുവാൻ വേണ്ട സംവിധാനങ്ങൾ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. അതിനുവേണ്ട സഹായങ്ങൾ ഇന്ന് നമ്മുടെ എല്ലാ പള്ളികളിലും വെച്ച് കളക്ഷൻ നടക്കുന്നുണ്ട്. അതല്ലാതെയും കളക്ഷൻ നടത്തുന്നുണ്ട്. എല്ലാ ആളുകൾ സഹകരിക്കണം. നമ്മുടെ ജുമഅക്ക് ശേഷം അവിടെ കളക്ഷൻ പോയിന്റ് ഉണ്ടായിരിക്കും. എല്ലാ ആളുകളും ഒന്നുകിൽ ഗൂഗിൾ പേ വീതം ആ രീതിയിൽ തങ്ങളുടെ വീതം അതിലേക്ക് അയക്കാവുന്നതാണ്. അതുപോലെ തന്നെ മറ്റുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അയക്കാവുന്നതാണ്. ഏതായിരുന്നാലും അവരെ സഹായിക്കുന്നതിലൂടെ നമുക്ക് വലിയ ഗുണപാഠങ്ങളുണ്ട്. അള്ളാഹുവിന്റെ അടുക്കൽ വലിയ പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും ആ കാര്യം പ്രത്യേകമായി കൊണ്ട് ശ്രദ്ധിക്കണം. ഇത്തരം ദുരന്തങ്ങളിൽ നിന്ന് നമ്മുടെ നാടിനെ രക്ഷിക്കുവാൻ വേണ്ടി നമ്മൾ സദാ പ്രാർത്ഥിക്കണം. ഇനി അങ്ങനെ ദുരന്തങ്ങൾ ഉണ്ടായാൽ പോലും അള്ളാഹുവിനെ ശപിക്കുന്ന അല്ലെങ്കിൽ അള്ളാഹുവിന്റെ കാരണത്തെ ചോദ്യം ചെയ്യുന്ന ഒരു സംസാരം പോലും ചിന്ത പോലും നമ്മളൊന്നും മനസ്സുകൾ ഉണ്ടാകാതിരിക്കാൻ, പിശാച് ഉണ്ടാക്കാതിരിക്കാൻ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീന് കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് കൊണ്ട് ജീവിക്കുന്ന മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ ദുരന്തങ്ങളിൽ നിന്നും ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു നമ്മെ നമ്മുടെ കുടുംബത്തെ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നല്ലവരായ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ കൂട്ടുകുടുംബങ്ങൾ അള്ളാഹു അവർക്കെല്ലാം സ്വർഗം നൽകി ആദരിക്കുമാറാവട്ടെ. അവരെ നമ്മെ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ആ ദുരന്തത്തിൽ മരണപ്പെട്ടിട്ടുള്ള നല്ലവരായ മുഅ്മിനീങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗം നൽകി ആദരിക്കുമാറാവട്ടെ. അവിടെ പ്രയാസം അനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല മനോധൈര്യവും ക്ഷമയും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവർ അനുഭവിക്കുന്ന മുഴുവൻ പ്രയാസങ്ങൾ പരലോകത്ത് അവർക്ക് ഗുണകരമായി ഭവിക്കുന്ന രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك.